നഴ്സുമാരുടെ കണ്ണീരൊഴുക്കി കളിക്കാനിറങ്ങിയ തൃശ്ശൂരിലെ ചില അച്ഛന്മാർക്കും അതുപോലെ മെത്രാമാർക്കും ഇപ്പോൾ കളി ശരിക്കും കൈവിട്ട് പോയിരിക്കുന്ന സാഹചര്യത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ഏതാണ്ട് 110 ദിവസമായി തൃശ്ശൂർ അമലയിലും ജൂബിലിയിലും നഴ്സുമാർ തെരുവിൽ കിടന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 മാസം മുമ്പ് സമരം പ്രഖ്യാപിച്ച 490 ആശുപത്രികളിൽ 488 ഇടത്തും മാനേജ്മെൻറ്റുകൾക്ക് ഇത് മനസ്സിലാക്കി സമരം ഒത്തുതീർപ്പാക്കി. എന്നിട്ടും ഈ 2 ആശുപത്രികൾ മാത്രം എന്തിനാണ് ഇങ്ങനെ പിടിവാശി തുടരുന്നത് എന്നുള്ള ചോദ്യമാണ് പ്രഭാതമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രധാനമായ കാര്യം അത് തന്നെയാണ്. പലപ്പോഴും ചില ആശുപത്രി മാനേജ്മെൻറ്റുകൾ അത് സഭയുടെ പേരൊക്കെ പറഞ്ഞ് വലിയ തരത്തിൽ നഴ്സുമാരെ പിഴിയുന്ന സാഹചര്യമുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇവിടെ ചിലർ പച്ചക്കള്ളങ്ങൾ പടച്ചുവിടുന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ചെയ്തപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോലും വന്ന് വസ്തുതാവിരുദ്ധമായ പച്ചത്തെറികൾ വിളിക്കുകയും അതുപോലെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും ചെയ്ത നിരവധി കമൻറ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ പലതും ഇവർ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. സർക്കാർ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ ശമ്പളം തരാം, പ്രഖ്യാപിക്കാത്തതിന് ഞങ്ങൾ എങ്ങനെ ഉത്തരവാദിയാകുമെന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചോദ്യം. പണ്ട് ഇതേ UN സർക്കാരിനെതിരെ സമരം ചെയ്തപ്പോൾ ഇവർ ചോദിച്ചത് സ്വകാര്യ ആശുപത്രിയിലെ ശമ്പളം കൂട്ടാൻ സർക്കാരിനെതിരെ എന്തിനാണ് നിങ്ങൾ സമരം ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു. ആർക്കെതിരെ സമരം ചെയ്താലും അതാത് സമയത്ത് ഓരോ ഉടായ്പ ന്യായങ്ങളുമായി അല്ലെങ്കിൽ ഓരോ പുതിയ ന്യായീകരണങ്ങളുമായി ഇവർ വരുന്നത് പ്രത്യേകത തന്നെ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ സ്ഥിരമായി ഉണ്ടാകുന്ന കാഴ്ചയാണ്. 2023 മുതൽ ശമ്പള വർധനവ് പെൻഡിങ്ങിലാണെന്ന കാര്യം കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. അടിസ്ഥാന സൗകര്യം പോലും മനസ്സിലാക്കാതെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ 2023 മുതൽ ശമ്പള വർധനവ് പെൻഡിങ്ങിലാണെന്നുള്ള അടിസ്ഥാനപരമായ കാര്യം പോലും മനസ്സിലാക്കാതെയാണ് ഇവർ നഴ്സുമാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ജൂബിലിയേക്കാളും അമലയേക്കാളും കൂടുതൽ ശമ്പളം മറ്റൊരിടത്തും ഇല്ലെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അതിന് വലിയ ബഹളങ്ങൾ ഇവർ ഉണ്ടാക്കുന്നുമുണ്ട്. എന്നാൽ ഇവർ മറന്നു പോകുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ആശുപത്രിയുടെ ശമ്പളം നിശ്ചയിക്കപ്പെടുന്നത് ബെഡിൻ്റെ കപ്പാസിറ്റി അടിസ്ഥാനത്തിൽ, അതായത് ഇത്ര ബെഡുകൾ എന്ന കപ്പാസിറ്റി അനുസരിച്ചാണ് ആശുപത്രിയുടെ ശമ്പളം അടിസ്ഥാനപ്പെടുത്തുന്നത്. കേരളത്തിൽ 800-ലധികം ബെഡുകളുള്ളത് ഈ 2 ആശുപത്രികൾക്ക് മാത്രമാണെന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ടും ഇവരെക്കാൾ താഴെയുള്ള കാറ്റഗറിയിലുള്ള ആസ്റ്റർ ഹോസ്പിറ്റലിൽ ഇതിലും കൂടുതൽ ശമ്പളം കൊടുക്കുന്നുണ്ടെന്ന് ജൂബിലി CEO ബെന്നി തന്നെ പത്രസമ്മേളനം വിളിച്ച് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഒപ്പം തൃശ്ശൂരിൽ 4 ഇടത്ത് UN ധാരണയിലെത്തിയ കാര്യം ജൂബിലിയുടെ CEO അച്ഛൻ തന്നെ പൊളിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ആസ്റ്ററിൽ ഞങ്ങളെക്കാൾ കൂടുതൽ ശമ്പളമാണെന്ന് ബെന്നി പറഞ്ഞതും തൃശ്ശൂരിൽ 4 ഇടത്ത് നിങ്ങൾ ധാരണയിലെത്തിയല്ലോ എന്ന് അച്ഛൻ പറഞ്ഞതുമായ ആ വസ്തുതകൾ സ്ഥിരീകരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം. അതിനുശേഷം ഇതിനെക്കുറിച്ച് ബാക്കി പറയാം. ആശുപത്രികളുമായി ധാരണയിലായി എന്ന് പറയുന്ന ആശുപത്രികളെ കുറിച്ച് 2 കാര്യങ്ങൾ. ഒന്ന്, അവിടെ കൊടുത്തിരുന്ന ശമ്പളം ഞങ്ങളുടെ ഇവിടെ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന 2023 മുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ശമ്പളത്തെക്കാളും വളരെ കുറവാണ്. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജൂബിലിയില് അമലയിലത്തുകാരി അച്ഛനും സൈജവും പറയും 19 പേര് ഈ ധാരണയായ ആശുപത്രികളിൽ നിന്ന് കൂടുതൽ ശമ്പളത്തിന് വേണ്ടി ഞങ്ങളുടെ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഈ ധാരണയായ ശമ്പളം പോലും ഞങ്ങൾ അവിടെ കൊടുക്കുന്ന ശമ്പളത്തെക്കാളും കുറവാണ്. അച്ഛൻ എന്തോ പറയാൻ ഞാൻ ഉദ്ദേശിച്ചതാണ്. ഈ ധാരണയായി ഇപ്പൊ മുതല് ചന്ദ്രമതി പോലെയല്ല, ഇവര് UN ധാരണയായ തൃശ്ശൂര് 4 ആശുപത്രികളുണ്ട്. അതിൽ ചന്ദ്രമതി സബായിട്ട് വരിക. ഈ UN തൃശ്ശൂര് 4 ആശുപത്രികളുണ്ട്. 4 തൃശ്ശൂരത്തെ ആസ്ട്രോക്ക് എറണാകുളത്ത് നിൽക്കട്ടെ, തൃശ്ശൂര് ധാരണയായ 4 ആശുപത്രികളുണ്ട്. അവിടെ നിന്നും ജൂബിലിയിലേക്ക് ഇപ്പൊ ചേർന്നുകൊണ്ടിരിക്കുക ധാരണയായ ആശുപത്രികളിലെ. അതുപോലെ ഈ ആസ്റ്റർ പോലും ഈ ധാരണയാകുന്നത് വരെ ഞങ്ങളെക്കാൾ കുറവ് ശമ്പളമാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോയിൽ ഇതിൽ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെയാണ് ഇവർ പറയുന്ന ഓരോ നുണകളും എന്ന് കൂടി ആലോചിക്കേണ്ടത്. സമരത്തിന് പിന്നിൽ നഴ്സുമാർക്ക് മറ്റ് പല ലക്ഷ്യങ്ങളുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതായത് സഭാപിതാക്കന്മാർക്കെതിരെ അണികളെ തിരിക്കാനെന്നും ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ മാനേജ്മെന്റിലേക്ക് കീഴിലുള്ള മറ്റ് ആശുപത്രികളെല്ലാം സമരം ഒത്തുതീർപ്പിലായിട്ടുണ്ട്. അവിടെയെങ്ങും ആരെയും ചീത്ത വിളിക്കുന്നില്ലല്ലോ. ഈ 2 ആശുപത്രികൾ മാത്രം ഈഗോയും പിടിവാശിയും കാരണമാണ് ഇവിടെ കാര്യങ്ങൾ വഷളാവുന്നത് എന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഈ കമന്റ് ഇടുന്നവർ ബിഷപ്പുമാരെയും സഭാ നേതൃത്വത്തെയും ചീത്ത വിളിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് പലരും ആണ്, അതായത് സഭാവിശ്വാസികളാണെന്ന് കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒരു വിശ്വാസം എന്ന നിലയിൽ സഭയിലെ അനീതി ചൂണ്ടിക്കാണിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. സഭാധികാരികളുടെ പിടിവാശി തെറ്റാണെന്ന് ഓരോ വിശ്വാസികൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആ സമരത്തിൻ്റെ നഴ്സുമാരുടെ കണ്ണീരിൻ്റെ വലിയൊരു വിജയം കൂടിയാണ്. ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വാർത്തയുമായി ബന്ധപ്പെട്ട ചില കമൻറ്റുകൾ കൂടി വായിച്ചു പോകാം. അതിൽ ചില ക്ലാരിഫിക്കേഷൻ കൂടിയുണ്ട്, അതുകൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളായി നിരവധി കമൻറ്റുകളാണ് വരുന്നത്. അതിൽ പ്രധാനമായി പറയുന്നത്, നിങ്ങൾ 6000 15,000 കൂട്ടിയ ഹോസ്പിറ്റലിൻ്റെ
കൂട്ടിയ സംഖ്യ അടക്കം മൊത്ത ശമ്പളം പറ, അല്ലാതെ അവിടെ കൂട്ടി ഇവിടെ കൂട്ടിയെന്നല്ലല്ലോ പറയേണ്ടതെന്നാണ്. അങ്ങനെയല്ല, ജൂബിലി ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ശമ്പളം എന്തുകൊണ്ട് പറയുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. ജൂബിലി ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട ശമ്പളത്തിൻ്റെ കണക്കാണ് ഈ പറയുന്നത്. അതായത് ബെഡുകളുടെ അടിസ്ഥാനത്തിലാണ് ശമ്പളം കൊടുക്കേണ്ടത്. 800-ലധികം ബെഡുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ശമ്പളം കൊടുക്കേണ്ടത് ജൂബിലി ഹോസ്പിറ്റലിൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ്. അതിൽ നിന്നും മാറി വലിക്കാൻ സാധിക്കില്ല. ഇനി മറ്റൊന്ന്, നഴ്സുമാരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് പൊതുവായ ശമ്പള നിരക്ക് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ. അത് പാലിക്കാത്ത ആശുപത്രിക്കെതിരെ ആരുടേതായാലും ഏത് മതവിഭാഗത്തിൻ്റെതായാലും മുഖം നോക്കാതെ നടപടിയെടുക്കട്ടെ. ഈ സമരത്തിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന കുറേ കോർപ്പറേറ്റ് കുത്തക ആശുപത്രി മുതലാളിമാർ, ചില UN നേതാക്കൾ, അങ്ങനെ കുറേയാണ് ഇവർ പറഞ്ഞു പോകുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഒരു കമൻ്റാണ്. വേലക്കാരൻ കൂലിക്കർഹനാണ്. സഭയുടെ ഔദ്യോഗിക സാമൂഹ്യ പഠനങ്ങളിലും തൊഴിലാളികളുടെ അവകാശങ്ങളിലും മാന്യമായ വേതനത്തിനും അതിനെക്കുറിച്ച് വാചകമായി പ്രതിപാദിക്കുന്നു. എന്നാൽ സഭയുടെ തന്നെ കീഴിലുള്ള തൃശ്ശൂർ രൂപതയുടെ അമല ജൂബിലി മിഷൻ തുടങ്ങിയ ആശുപത്രികളിൽ നഴ്സുമാർ സമരത്തിനിറങ്ങിയപ്പോൾ രൂപത നേതൃത്വവും ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തും സ്വീകരിച്ച കടുത്ത നിലപാടുകൾ കടുത്ത നീതികേടായി പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ പോകുന്നുണ്ട്. ഇതിൽ ചില ന്യായീകരണ പോസ്റ്റുകൾ കൂടിയുണ്ട്. ആ ന്യായീകരണമാണ് ഇപ്പോൾ നമ്മൾ പ്രധാനമായി എടുത്തു പറയേണ്ടത്. ഇതിൽ പറയുന്നത് സിബി SNR പേരെക്കാട്ടുന്ന ഒരാൾ നമ്മുടെ വാർത്തയ്ക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ കമൻറ്റ് ഇങ്ങനെയാണ്. പലതും കോപ്പി പേസ്റ്റാണ്, കൃത്യമായി മനസ്സിലാകും, എല്ലാത്തിനും ഒരേ സ്വഭാവം, ഒരേ രീതി. ഇതിൽ പറയുന്നത് നഴ്സിംഗ് സമരത്തിൻ്റെ യഥാർത്ഥ ഇമ്പാക്റ്റ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് തിരിഞ്ഞു പിടിച്ചുള്ള നഴ്സിംഗ് സമരത്തിന് അനുകൂലമല്ല, ശമ്പള വർധനവിന് 100% അനുകൂലമാണ്. എന്നാൽ ഈ സമരത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം നഴ്സുമാരുടെ ക്ഷേമമൊന്നുമല്ല, കേരളത്തിലെ ക്രിസ്ത്യാനികളെ ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ച് വിശ്വാസികളെ അവരുടെ നേതൃത്വത്തിനെതിരെ ആക്കുവാനുള്ള ഗൂഢ അജണ്ടയുടെ ഭാഗം മാത്രമാണ്. ആ ലക്ഷ്യം ഒരു പരിധിവരെ അവർക്ക് സാധിക്കുകയും ചെയ്തു. അതും അവരുടെ കുഞ്ഞാടുകളുടെ വീട്ടിലെ പെൺകുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ. 2 ദിവസം കൊണ്ട് സഭ അധികാരികളെ ചീത്ത വിളിക്കാത്ത ഒരു അനുയായിയും കാണില്ല. ആ രീതിയിൽ നഴ്സിംഗ് സമരം എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. ഇത് ആദ്യമല്ല. ദീപിക പത്രം നശിപ്പിച്ചപ്പോഴാണ് സഭയിൽ ആദ്യമായി നേതൃത്വം അണികളുടെ രോഷത്തിനിരയായത്, മെത്രാമാരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാകുന്നത്. ഇതും തന്നെ 2ാം ഹാരിസ് അബൂബക്കറാണ് ജാസ്മിൻ ഷാ. ഇദ്ദേഹം ഒരു ചെറിയ മീനല്ല. ഒരു സിംഗിൾ വ്യക്തിക്ക് ഇത് സാധിക്കില്ല. അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ പോലും പണം കൊണ്ട് കൈക്കലാക്കിയ ഖത്തർ ഫണ്ട് പോലും ഇതിന് പിന്നിൽ കാണും. ഒന്നുറപ്പിക്കാം, ജാസ്മിൻ ഷാ 2ാം ഹാരിസ് അബൂബക്കറാണ്. ഇങ്ങനെ ഇത് തന്നെ പലരും ഇങ്ങനെ കമൻറ്റ് ചെയ്യുകയാണ്. അതായത് കൃത്യമായി മനസ്സിലാവും എന്താണെന്ന്. ഇതിൽ ഇവർ തന്നെ പറയുന്നത് വ്യക്തമായി കേട്ടാൽ തന്നെ മനസ്സിലാകും, ശമ്പള വർധനവിന് അനുകൂലമാണെന്ന്. എന്നാൽ സഭയ്ക്കെതിരാണ്. ഒരു ആശുപത്രി മാനേജ്മെൻറ്റിനെതിരെ സമരം ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് സഭയ്ക്കെതിരെ ആകുന്നത് എന്ന് കൂടി ഇവരൊന്ന് ആലോചിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഒരു സഭ നടത്തുന്ന മാനേജ്മെൻറ്റിന് കീഴിലുള്ള ആശുപത്രി, അവർ സഭയ്ക്കെതിരെയോ അല്ലെങ്കിൽ സഭയുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കെതിരെയോ വിശ്വാസത്തിനെതിരെയോ അല്ല സമരം ചെയ്യുന്നത്. അവരവരുടെ അടിസ്ഥാന വേതനം വർദ്ധിപ്പിക്കാനാണ് ചോദിക്കുന്നത്. അതായത് അവരവിടെ പണിയെടുക്കുന്നതിൻ്റെ ശമ്പളം വേണമെന്നാണ് അവർ പറയുന്നത്. ആ ശമ്പളം കൂട്ടിക്കിട്ടണം എന്നാണ് അവർ പറയുന്നത്. അതവർക്ക് അർഹതപ്പെട്ടതാണ്, അത് നൽകിയേ മതിയാകൂ. അതിൽ നിങ്ങൾ വന്നിട്ട് സഭയെന്നോ മെത്രാനെന്നോ അല്ലെങ്കിൽ ജമാഅത്തെന്നോ മഹല്ലെന്നോ അമ്പല കമ്മിറ്റിയെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ജോലി ചെയ്താൽ പണം കൊടുത്തേ മതിയാകൂ, ശമ്പളം കൊടുത്തേ മതിയാകൂ. പ്രതീക്ഷയോടുകൂടി നഴ്സുമാർ കാത്തിരുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന യൂണിയൻ നേതാക്കളും സർക്കാരും തമ്മിലുള്ള ചർച്ചയാണ്. ആരോഗ്യമന്ത്രിയും തൊഴിൽ മന്ത്രിയും പങ്കെടുത്തിരുന്നു. UN നേതാക്കൾ മാത്രമല്ല, മറ്റ് തൊഴിലാളി സംഘടനയുടെ പ്രതിനിധികളും പങ്കെടുത്തിട്ടുണ്ട്. മാനേജ്മെൻറ്റ് പിടിവാശിയിലായിരുന്നു. കടുംപിടുത്തം തുടർന്നുകൊണ്ടേയിരുന്നു. മാനേജ്മെൻറ്റിൻ്റെ ഈ കടുംപിടുത്തത്തെക്കുറിച്ച്, അതായത് സമരം തീർക്കാൻ അവർ വിസമ്മതിക്കുന്നതിനെക്കുറിച്ച് പിന്നീട് ആരോഗ്യമന്ത്രിയായ K. മുരളീധരൻ തന്നെ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ആ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കണ്ടുവരാം. ഇന്നലെ ഞാനും തൊഴിൽ മന്ത്രിയും പങ്കെടുത്തിരുന്നു. മാനേജ്മെൻറ്റ് പ്രതിനിധികളും വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും പങ്കെടുത്തിരുന്നു. അപ്പോൾ മാനേജ്മെൻറ്റ് നിർദ്ദേശം മിനിമം വേജസ് ആക്ട് നടപ്പാക്കുക. അത് നടപ്പാക്കുമ്പോൾ അതനുസരിച്ച് ഞങ്ങൾ സാലറിയിൽ മാറ്റം വരുത്താമെന്ന്. പക്ഷേ മിനിമം വേജസ് ആക്ട് നിയമമാക്കണമെങ്കിൽ എന്താണെങ്കിലും 2 മാസം എടുക്കും. കാരണം അതിന് ചില വ്യവസ്ഥാപിത നിയമങ്ങളുണ്ട്. പരാതികൾ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പബ്ലിഷ് ചെയ്ത് പരാതികൾ സ്വീകരിക്കുക. അത് കിട്ടി ഒരു ആക്ട് ആകുമ്പോൾ എന്താണെങ്കിലും സാഹചര്യത്തിൽ 2 മാസം എടുക്കും മിനിമം. പക്ഷേ അത് പരമാവധി സ്പീഡ് കിട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ നടക്കുന്ന കാര്യമല്ല. അത് യാഥാർത്ഥ്യം മാനേജ്മെൻറ്റിനെ ഞങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ആ നിയമം നടപ്പാവുന്നവരെ ഈ സമരം ചെയ്യുന്ന നഴ്സുമാരുടെ സാലറിയിലൊരു 4000 രൂപ കൊടുക്കണം, താൽക്കാലിക ആശ്വാസം. ബാക്കിയുള്ള ആക്ട് വന്നതിന് ശേഷം പരിശോധിച്ച് ചെയ്യാം എന്നാണ് സൂചിപ്പിച്ചത്. പക്ഷെ അതിന് മാനേജ്മെൻറ്റ് ഇതുവരെ വഴങ്ങിയിട്ടില്ല. അത് ഇപ്പോൾ സമരം ചെയ്യുന്ന
നഴ്സുമാരുടെ ഇപ്പോൾ സമരം ചെയ്യുന്ന 2 ആശുപത്രികൾ തൃശ്ശൂർ രൂപതയുടെ കീഴിലാണ്. അപ്പോൾ രൂപത അധ്യക്ഷനുമായി സംസാരിച്ച് വിവരം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇന്നലത്തെ യോഗം തിരിഞ്ഞിട്ടത്. അതിൻ്റെ റിസൾട്ട് ഞങ്ങൾ നോക്കിയിരിക്കുക. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഇതിൽ മന്ത്രി പറയുന്നത് പോലെ തന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ പിടിവാശിക്ക് പിന്നിൽ ജൂബിലി അമല ഹോസ്പിറ്റലുകളുടെ മാനേജ്മെന്റുകൾ പോലുമല്ല, അവരുടെ രക്ഷാധികാരിയായി തുടരുന്ന മാർ ആൻഡ്രൂസ് താഴത്താണ്. ആരുടെയും മുമ്പിൽ തോറ്റ ചരിത്രം തനിക്കില്ലെന്ന ഈഗോയാണ്, ആ അഹന്തയാണ് അദ്ദേഹത്തിനുള്ളത്. സർക്കാർ ഉത്തരവിറക്കട്ടെ, അപ്പം നടപ്പിലാക്കാമെന്ന് പറയുന്നതിന് പിന്നിൽ വലിയൊരു ചതി കൂടിയുണ്ട്. ഉത്തരവ് വരുമ്പോൾ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഈ ഡയലോഗെല്ലാം അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിശ്വാസികളെ ഇറക്കി ഈ സമരത്തെ നേരിടാനാണ് മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ കുറുക്കം ബുദ്ധി ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഈ വരുന്ന ഞായറാഴ്ച തൃശ്ശൂർ രൂപതയിൽ എല്ലാ ഇടവകളിലും നഴ്സുമാർക്കെതിരെ പ്രമേയം പാസ്സാക്കാനും പ്രകടനങ്ങൾ നടത്താനും പ്രതിഷേധ ദിനമായി ആചരിക്കാനും ഉത്തരവിട്ടിരിക്കുകയാണ്. ഇതൊന്നും കൂടാതെ ജൂലൈ 12 ഞായറാഴ്ച തൃശ്ശൂർ ടൗൺ ഹാളിൽ വെച്ച് വലിയൊരു പ്രതിരോധ സമ്മേളനവും ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈദികരെയും കന്യാസ്ത്രീകളെയും വിശ്വാസികളെയും ഒരുമിച്ച് ചേർത്ത് നഴ്സുമാർക്കെതിരെ സമരം പ്രഖ്യാപിച്ച് ഉത്തരവ് കൊടുത്തിട്ടാണ് മാർ ആൻഡ്രൂസ് താഴത്ത് അമേരിക്കയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവർക്കെതിരെ വലിയ തരത്തിൽ സമരം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ ഉത്തരവ്. എന്നാൽ അവർ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ നീങ്ങുന്നത്. മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും നഴ്സുമാർക്കൊപ്പമാണ്. ഈ ഞായറാഴ്ച ഇടവകളിൽ വിശദീകരണ യോഗം ചേരുമ്പോൾ ആ ഇടവകയിലെ നഴ്സുമാരുടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ചതിൽ പങ്കെടുക്കാനും ഇവർ പറയുന്ന നുണക്കഥകൾക്ക് മറുപടി കൊടുക്കാനും ചോദ്യം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതോടെ സഭ പ്രതിരോധത്തിലാകും. മാത്രമല്ല 12-ാം തീയതി ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടിയിലേക്ക് നഴ്സുമാരുടെ കുടുംബാംഗങ്ങൾ മെഴുകുതിരി കത്തിച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥനയോടെ മാർച്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അച്ഛന്മാർക്കും മെത്രാൻ എന്നല്ല ബുദ്ധി തോന്നുന്ന കർത്താവേ എന്ന് പ്രാർത്ഥിക്കാനാണ് അവർ വരുന്നത്. ടൗൺ ഹാളിൽ നഴ്സുമാർക്കെതിരെ ഇവർ ബഹളം വയ്ക്കുമ്പോൾ പുറത്ത് സഭാപിതാക്കന്മാർക്ക് നേർബുദ്ധി തോന്നാൻ വേണ്ടി നഴ്സുമാർ പ്രാർത്ഥിക്കുകയും ചെയ്യും. അങ്ങനെ കാര്യങ്ങൾ നേർക്കുനേറുള്ള ഏറ്റുമുട്ടലിലേക്ക് കൂടി നീങ്ങുകയാണ്. മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ ഈഗോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വിശ്വാസ സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ഈ നീക്കത്തിനെതിരെ വിശ്വാസികൾ തന്നെ ഇപ്പോൾ ഒന്നിച്ച് അണിനിരക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാവുകയാണെന്ന് കൂടി ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. അതായത് ഇത് ആർക്കും എതിരായിട്ടല്ല പറയുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ വാർത്ത പുറത്തുവിടുന്നതോ അല്ലെങ്കിൽ ഞങ്ങൾ ഈ വാർത്ത പറയുന്നതോ സഭയ്ക്കോ സഭ വിശ്വാസികൾക്കോ ഒന്നിനും എതിരായിട്ടല്ല. നിരവധി നേഴ്സുമാർ പണിയെടുക്കുന്നുണ്ട്. അവർക്ക് അർഹിക്കുന്ന വേതനം ലഭിച്ചേ മതിയാകൂ. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. ഇതിൽ ഒരു വ്യക്തിഹത്യയോ അല്ലെങ്കിൽ ഒരാളെയും താഴ്ത്തിക്കെട്ടാനോ ഒരു സമൂഹത്തെയോ ഒരു സമുദായത്തെയോ വ്യക്തിഹത്യ നടത്താനോ അല്ല ഇത് പറയുന്നത്. ഇത് ആർക്കെതിരായാലും ഏത് മാനേജ്മെൻ്റ് ആയിരുന്നാലും അവർക്ക് അർഹിക്കുന്ന വേതനം ലഭിച്ചേ മതിയാകൂ. അതാണ് പ്രാധാന്യമുള്ളത്. അല്ലാതെ സഭയ്ക്കോ മതത്തിനോ ജാതിക്കോ ഒന്നുമല്ല പ്രാധാന്യമുള്ളതെന്ന് കൂടി മനസ്സിലാക്കണം. ഈ സഭാവിശ്വാസികൾ നിരവധി പേരാണ് ഇവിടെ നഴ്സുമാരായി ജോലി ചെയ്യുന്നത് എന്നുകൂടി ഈ സമയം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു.